ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച്. അപ്പം അത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു കാര്യം കൂടി ഇവിടെ പറയണമെന്ന്. സോ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇമോഷണൽ ഫ്രീഡം അല്ലെങ്കിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഫ്രീഡം എന്നുള്ളത്. അപ്പൊ ഇമോഷണൽ ഫ്രീഡം എന്താണ്, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ലെറ്റ് സീ എന്താണ് ഈ ഇമോഷൻ എന്നുള്ളത്. സോ ബേസിക്കലി നമുക്ക് പല ടൈപ്പ് ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള രണ്ട് ഇമോഷൻസ് എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും അല്ലെ. അപ്പൊ ഈ സന്തോഷത്തെയും സങ്കടത്തെയും ചുറ്റിപ്പറ്റി കണക്റ്റഡ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്ന ഇമോഷൻസ് ആണ് ബാക്കിയെല്ലാം. ടു ബി ഇമോഷണലി ഡിപ്പെൻഡന്റ് ഫോർ ദിസ് സന്തോഷം ആൻഡ് സങ്കടം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സന്തോഷം എടുക്കാം. ഫോർ ഹാപ്പിനെസ് വി ആർ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുമ്പം അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് സന്തോഷം കിട്ടുന്നില്ല. നമ്മളെ വേറെ ആരെങ്കിലും എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. വി ആർ ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ സമ്മൺ എൽസ് ടു ഗീവ് അസ് ഹാപ്പിനെസ്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് നമ്മൾ വേറെ ആരുടെങ്കിലും ഒക്കെ കയ്യിൽ കൊടുത്തേക്കുവാണ്. അവര് നമ്മളെ സന്തോഷിപ്പിച്ചാലേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സന്തോഷത്തിന്റെ ഓപ്പോസിറ്റ് വികാരം എന്താണ്? സങ്കടം. ഇനി സങ്കടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ സങ്കടത്തിന് വേണ്ടി നിങ്ങൾ വേറൊരാളെ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിരിക്കും എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷമം വരുവാണ്, ഒരു ചെറിയ വിഷമമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളത് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം, ചെറിയ വിഷമങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ വേറൊരാളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? നിങ്ങൾ സങ്കടം പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായതിന്റെ അതേ എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം പരിസരത്തൂടെ ഒക്കെ ഉള്ള ഒരു ഫീലിംഗ് അവർക്കും കിട്ടിയിട്ട് അവരത് ഫീൽ ചെയ്തിട്ട് നിങ്ങളെ തിരിച്ച് ആശ്വസിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു ആശ്വാസം കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ ഒരു വിധത്തിലും ആശ്വസിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ആൻഡ് ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും വി ഓൾവേസ് വാണ്ട് സമ്മൺ ഇൻ അവർ ലൈഫ് ടു നമ്മളെ ഇങ്ങനെ ഇമോഷണലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എപ്പോഴും ലൈഫിൽ ആരെങ്കിലും ഒക്കെ വേണ്ടി വരും. നമ്മൾ കുറെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ ഈ എന്താ പറയുന്നത്, ജിമ്മിലൊക്കെ പോയിട്ട് നമ്മൾ നല്ല ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, ബോഡിയൊക്കെ ടോൺ ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവിധ എഫേർട്ടും എടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിന്റെ കാര്യത്തിൽ മനസ്സിനെ നമ്മൾ ടോൺ ചെയ്യാനായിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ആരുമായിട്ട് നമ്മുടെ സന്തോഷവും സങ്കടവും ഒന്നും ഷെയർ ചെയ്യരുത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ സന്തോഷം നമ്മൾ ഷെയർ ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന സന്തോഷത്തിന്റെ അതേ തോതിൽ അയാൾക്ക് സന്തോഷം കിട്ടും എന്ന് നമ്മൾ തിരിച്ച് എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സങ്കടം പറയുമ്പോഴാണെങ്കിലും നമ്മളെ തിരിച്ച് അവർ നല്ലപോലെ ആശ്വസിപ്പിക്കും, നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അവിടെയും വെക്കരുത്. നമുക്ക് സ്വന്തമായിട്ട് കുറെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ ടോൺ ചെയ്ത് ഇമോഷണലി കേപ്പബിൾ ആക്കി, ഇമോഷണലി സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റിയാൽ തന്നെ കുറെയൊക്കെ ലൈഫിൽ നമ്മൾ എനിക്കൊന്ന് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന ഇമോഷണൽ ഫ്രീഡം അല്ലെങ്കിൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പം ഒത്തിരി പൈസ ഉള്ള വലിയ വലിയ ആൾക്കാർ, കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർക്കും മനസ്സമാധാനവും സന്തോഷവും കിട്ടാൻ ചിലപ്പോൾ പറ്റാറില്ല. കാശ് കൊടുത്താൽ എല്ലാം കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം കാശ് കൊടുത്താൽ നമുക്ക് മൈന്യൂട്ടായിട്ട് ചില സന്തോഷങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷെ അതിനൊന്നും ഒരു കൺസിസ്റ്റൻസി കാണത്തില്ല. നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം നമ്മുടെ ഇമോഷണൽ ബാലൻസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പം അത്രേ ഉള്ളൂ. അത് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ കൂടെ ഈ ഒരു ഇമോഷണൽ ഫ്രീഡം കൂടെ ഇവിടെ അങ്ങ് പറഞ്ഞു വെച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. പിന്നെ എന്താണ് നിങ്ങൾക്ക് വിശേഷം? കഴിഞ്ഞ ദിവസം എൻ്റെ ഡെക്കറേഷൻ വീഡിയോയിൽ നിങ്ങൾ കണ്ട എൻ്റെ തുളിപ്സ് ആണിത്. തുളിപ്സ് സത്യം പറഞ്ഞുണ്ടല്ലോ,
തുലിപ്സ് നമ്മൾ മൊട്ടായിട്ട് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. പൂവായി കഴിയുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഇങ്ങനെ കുറഞ്ഞു വരും. എനിവേ, ഞാൻ പെട്ടെന്നൊന്നും കളയത്തില്ല, കാരണം കുറച്ചധികം പൈസ കൊടുത്ത് മേടിച്ചാണ്. ഇതിവിടെ ഒരു മാസമെങ്കിലും ഞാൻ ഇവിടെ വെച്ചേക്കും. ഞാൻ എന്ത് പെട്ടെന്ന് യാതൊരു ബന്ധമില്ലാത്ത ഒരു ടോപ്പിക്കൊക്കെ പറയുന്നതല്ലേ. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാമെന്നും എനിക്കറിയത്തില്ല. ഇത്ര ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പം യു ഓൾ ടേക്ക് കെയർ. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.